നമ്മുടെയൊക്കെ നാട്ടിൽ ഹൈ മാസ്ക് ലൈറ്റുകളുണ്ട്. ജംഗ്ഷനിലൊക്കെ വച്ചിരിക്കുന്ന വലിയ തൂണിൽ നിർത്തിയിരിക്കുന്ന ഹൈ മാസ്ക് ലൈറ്റ്, 4 വശത്തേക്കും അല്ലെങ്കിൽ എല്ലാ വശത്തേക്കും ലൈറ്റ് വച്ചിരിക്കുന്ന ഹൈ മാസ്ക് ലൈറ്റുകളുണ്ട്. ഒരുവിധം അത്യാവശ്യം സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമേ ഇത് വയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ മഹാഭൂരിപക്ഷം വച്ചിരിക്കുന്നത് എം പിമാരുടെ ഫണ്ടിൽ നിന്നാണ്. ഡോക്ടർ ശശി തരൂർ വക ഹൈ മാസ്ക്, ഡോക്ടർ ടി എൻ സീമ വക ഹൈ മാസ്ക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റോഡിൽ കാണാം. ഇനി വെയിറ്റിംഗ് ഷെഡുകൾ പണിതിട്ടുണ്ട്, ലൈബ്രറികൾക്ക് പണം കൊടുത്തിട്ടുണ്ട്, അംഗനവാടികൾക്ക്, സ്കൂൾ കെട്ടിടങ്ങൾക്കും ആംബുലൻസിനും ഒക്കെ ധാരാളം പണം കൊടുത്തിട്ടുണ്ട്. ആംബുലൻസിൻ്റെ പേര് തന്നെ ഒ രാജഗോപാൽ വക ആംബുലൻസ്, എം പി വക ആംബുലൻസ്, അല്ലെങ്കിൽ MLA വക ആംബുലൻസ്, റിച്ചാർഡ് ഹേ എം പി വക സ്കൂള്, സുരേഷ് ഗോപി എം പി വക സ്കൂള്, കൊടിക്കുന്നിൽ സുരേഷ് എം പി വക സ്കൂള്. ഇങ്ങനെ കേരളത്തിൽ ധാരാളമായിട്ടാണ് എം പിമാരുടെയും MLA-മാരുടെയും ഫണ്ടിൽ നിന്നുള്ള പേര് വെച്ചെഴുതുന്നതിൽ അവരുടെ വലുതായിട്ട് അവരെ പേരെഴുതി വെക്കും. ചിലപ്പോൾ വാഹനത്തേക്കാൾ വലുതായിട്ട് അവരുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുള്ള കഥകളും കാണാം. ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു നഗര നവീകരണ മിഷൻ, ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ ഇവിടെ നിലവിലുണ്ട്. ഇന്ദിരാഗാന്ധി ആവാസ് യോജനയാണ് പേര് മാറ്റി പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയാക്കിയത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതിയുണ്ട്. രാജീവ് ഗാന്ധി ഗ്രാമീണ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ പരിപാടിയുണ്ട്. രാജീവ് ഗാന്ധി സ്പോർട്സ് അഭിയാൻ പരിപാടിയുണ്ട്. രാജീവ് ഗാന്ധി ഡ്രിങ്കിങ് വാട്ടർ മിഷൻ ഉണ്ടായിരുന്നു. ബേനസീർ ഭൂട്ടോ പാകിസ്ഥാനിലെ ബേനസീർ ഇൻകം സപ്പോർട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നർസൽട്ടാൻ നസർ ബായി കസാക്കിസ്ഥാനിൽ അവിടുത്തെ ഭരണാധികാരിയുടെ പേരിൽ പദ്ധതി ഉണ്ടായിരുന്നു. നെൽസൺ മണ്ടേലയുടെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ പരിപാടി ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യശാസ്ത്രം, ഒരുപാട് പരിപാടികൾ നെൽസൺ മണ്ടേലയുടെ പേരിലായിരുന്നു. മുസ്തഫ കെമാൽ അത്താറിഖ് തുർക്കിയിൽ അറ്റാറുർക്കിൻ്റെ പേരിൽ നിരവധി പരിപാടികളുണ്ട്. ഇന്ത്യയിലും അതുപോലെ അമേരിക്കയിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ പേരിൽ പരിപാടി ഉണ്ടായിരുന്നു. ഒബാമ കെയർ എന്ന് പറഞ്ഞു, ഒബാമ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒബാമ കെയർ ഉണ്ടായിരുന്നു. ജോൺ എഫ് കെന്നഡിയുടെ പേരിൽ പദ്ധതി ഉണ്ടായിരുന്നു. റൊണാൾഡ് റീഗൻ്റെ പേരിൽ വാഷിങ്ടൺ നാഷണൽ എയർപോർട്ട് തന്നെ അതാണ്. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ എയർപോർട്ടുണ്ട്. ഇനി ഗെയ്നൽ അബ്ദൽ നാസർ ഈജിപ്ഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ റോഡുകളുണ്ട്, സ്കൂളുകളുണ്ട്, വികസന സ്ഥാപനങ്ങളുണ്ട്. കിങ് അബ്ദുൽ സാസി സൗദി അറേബ്യയിലാണെങ്കിൽ ആ രാജാവിൻ്റെ പേരിൽ ധാരാളമുണ്ട്. ജോർദാനിൽ കിങ് അബ്ദുള്ള കിങ്ങിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഹോസ്പിറ്റലുണ്ട്, വികസന പദ്ധതികൾ ധാരാളം. ഹുഗോ ചവോസിൻ്റെ പേരിൽ വെനിൻസുലയിൽ സാമൂഹ്യ പദ്ധതികൾ നിരവധിയുണ്ട്. മാവോ സെങ്ങിൻ്റെ പേരിൽ ചൈനയിൽ ധാരാളം സ്മാരകങ്ങളും സ്കൂളുകളും കോളേജുകളുമുണ്ട്. അങ്ങനെ തുടങ്ങിയ ലോകത്തിൻ്റെ എവിടെ എടുത്ത ഇവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അടൽ ബിഹാരി പെൻഷൻ യോജനയുണ്ട്, അടൽ ഭൂജൽ യോജനയുണ്ട്, അടൽ ഇന്നവേഷൻ മിഷനുണ്ട്. ദീനദയാൽ ഉപാധ്യായയുടെ പേരിൽ അന്ത്യോജന പരിപാടിയുണ്ട്. ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജനയുണ്ട്. BR അംബേദ്കർ ആവാസ് നവീകരണ യോജനയുണ്ട്. ഡോക്ടർ അംബേദ്കർ സ്കോളർഷിപ്പ് ഉണ്ട്. ഇതൊരു പറഞ്ഞ ഒരു പരമ്പര തന്നെ ഉണ്ടെന്നേ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള ഐക്യ പദ്ധതികളുണ്ട്. വിവിധ സംസ്ഥാനത്തിൽ പദ്ധതികളുണ്ട്. ഇങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതികൾ, നെഹ്റുവെ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ നിരവധി പദ്ധതികളുണ്ട്. മാതൃസഹായ പദ്ധതികളുണ്ട്, ദേശീയ വാർദ്ധക്യ പരിപാടികളുണ്ട്. രാജീവ് ഗാന്ധിയുടെ പേരിൽ നിരവധി പദ്ധതികളുണ്ട്. ദീനദയാലിൻ്റെ പേരിലുണ്ട്, അംബേദ്കറിൻ്റെ പേരിലുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ ആപദ പ്രബന്ധൻ പുരസ്കാരമുണ്ട്. വിവിധ പദ്ധതികൾ തന്നെ സംസ്ഥാനങ്ങളിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം പദ്ധതികളാണുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്. അവിടെയാണ് VS അച്യുതാനന്ദൻ്റെ മകൾ പഠിക്കുന്നത്. അവിടെ എന്തിനാണ് VS അച്യുതാനന്ദൻ മകൾ പഠിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അവിടെ എത്രയോ സഹാക്കൾ അവിടെ ജോലി ചെയ്യുന്നു, എത്രയോ BJP-ക്കാർ അവിടെ ജോലി ചെയ്യുന്നു. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ രാജ്യത്തൊരു കാര്യം നടക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ പടമൊന്നും ഇല്ലാത്ത ഒരു സിമ്പൽ അത് വെച്ചുകൊണ്ടാണ് അപ്പോൾ എല്ലാ പരിപാടികളും, സർക്കാരിൻ്റെ പരിപാടികൾക്ക് ആ സ്കീമിൻ്റെ പേരെഴുതുമ്പോൾ അതിലെന്താണൊരു നാണക്കേട്? ഉടനെ അതിൻ്റെ ആത്മാഭിമാന പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മുടെ സുജയ പാർവതി വരുന്നു, മാധു വരുന്നു, ആരൊക്കെയാണ് രംഗത്ത് വരുന്നത്? റിപ്പോർട്ടർ ചാനൽ വരുന്നു, ബിഗ് TV വരുന്നു. വേണ്ട ബഹളമാണ്. ഇവിടെ പ്രൈം മിനിസ്റ്ററുടെ പേര് വെച്ചു, പടം വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ CM കെയർ പദ്ധതിയുണ്ട്. പിണറായിയുടെ പേരിലുള്ള CM കെയർ പദ്ധതി ഉണ്ടായിരുന്നു. CM പിണറായി ഇരുന്നപ്പോൾ എത്ര പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
പിന്നെ തമിഴ്നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ധാരാളം പദ്ധതികളുണ്ട്. ഇന്ത്യ മുഴുക്കെ എടുത്താൽ എല്ലായിടത്തും ഇത്തരം പദ്ധതികളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇറക്കുന്ന ഒരു പദ്ധതിയും 28 സംസ്ഥാനങ്ങളിലും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ടാക്സ് കൊടുക്കാൻ, കേന്ദ്രത്തിന് ടാക്സ് കൊടുക്കാൻ വിധിക്കപ്പെട്ടവരും കിട്ടുന്ന പണം കിട്ടാതിരിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. AC റൂമിലിരുന്ന് ആവശ്യത്തിന് പുട്ടിയൊക്കെ മുഖത്തിട്ട്, നല്ല പൗഡറും പുട്ടിയൊക്കെ ഇട്ട്, നല്ല തലയൊക്കെ ചീവി, നല്ല അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഓരോ വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ പരസ്യം വരുമ്പോഴൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വളരെ മനോഹരവും സുന്ദരവുമായിട്ടൊക്കെ ഇരുന്ന് AC റൂമിലിരുന്ന് തട്ടുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് കിട്ടേണ്ട റോഡ്, വീട്, വൈദ്യുതി, കുടിവെള്ളം, സാനിറ്റേഷൻ സൗകര്യങ്ങൾ അത് ഇവിടെ മോദിയുടെ പേരും പറഞ്ഞും അല്ലെങ്കിൽ പിണറായിയുടെ പേര് പറഞ്ഞും സതീശൻ്റെ പേര് പറഞ്ഞും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയം പറഞ്ഞും ഇല്ലാതാക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സഹോദരന്മാരോട്, ഈ ചാനലിലിരുന്ന് തള്ളുന്ന സഹോദരന്മാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ 1 ലക്ഷവും 2 ലക്ഷവും അല്ലെങ്കിൽ 10,000 മുതൽ 50,000 മുതൽ വീട്ടിലൊക്കെ ശമ്പളം വാങ്ങി തള്ളി മറിക്കുന്നവരാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ AC റൂമുകൾ കാണും, ഫ്ലാറ്റുകൾ കാണും, സംവിധാനങ്ങൾ കാണും. പക്ഷേ ഇതൊന്നുമില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയിൽ ഒരു 4 ലക്ഷം രൂപ കിട്ടിയാൽ, അതിലൊരു 1.5 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടിയാൽ, സംസ്ഥാന ഗവൺമെൻറ് ഒരു 2.5 ലക്ഷം രൂപ കിട്ടിയാൽ, അല്ലെ എല്ലാം കൂടെ ഒരു 4 ലക്ഷം രൂപ കിട്ടിയാൽ അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നമാണ് പൂവണിയുന്നത്. അവിടെ പോയി അതെടുക്കുക, ഗൾഫിലിരിക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്ന് അതിൻ്റെ വീഡിയോ എടുക്കുക, ഉടനെ നോക്കുക, അപ്പോൾ അവസാനം ഉറപ്പ് വരുത്തി പ്രധാനമന്ത്രിയുടെ പടം ഇല്ല, KM ഷാജി മന്ത്രി പറഞ്ഞത് കറക്റ്റ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ് ഈ വിഷയങ്ങളുടെ പുറകെ ചാനലുകൾ ഓടുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി വരട്ടെന്നേ, മുഖ്യമന്ത്രിയുടെ പേരിൽ വരട്ടെന്നേ, മുൻ പ്രധാനമന്ത്രിയുടെ പേരുടെ പദ്ധതി വരണം, എല്ലാവരുടെ പേരിൽ പദ്ധതി വരട്ടെന്ന്. ഈ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ ആരുടെയെങ്കിലും പേര് വെച്ചതുകൊണ്ടോ ഫോട്ടോ വെച്ചതുകൊണ്ടോ ഈ രാജ്യത്ത് എന്തെങ്കിലും വർഗീയത സംഭവിക്കും? ഈ രാജ്യം എന്തെങ്കിലും അപകടത്തിലേക്ക് പോവുമോ? ഇവിടെ തീവ്രവാദം ഉണ്ടാവുമോ? രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുമോ? ഈ രാജ്യത്തെ ഭരണാധികാരികളെ ഓണപ്പിയേണ്ട, ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികളെ നമ്മൾ ഓണപ്പിയണ്ടേ? അവരെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ? ഇത് വളരെ ഒരു കൾച്ചറല്ലേ? അവിടെയെല്ലാം കയറി കുത്തിത്തിരിപ്പുണ്ടാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്കിവിടെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കാര്യം നമ്മൾ PM ഉഷ വാങ്ങിക്കും, PM ശ്രീ വേണ്ടാന്ന് പറയും. എന്തൊരു നാടാണിത്? ഹയർ സെക്കൻഡറിക്ക് വാങ്ങിക്കും, സ്കൂളിന് വേണ്ടാന്ന് പറയും. ഇങ്ങനെ പോകുന്നൊരു വല്ലാത്ത സമൂഹമാണ് നമ്മൾ. എത്ര പറഞ്ഞാലും ഈ ഗതികെട്ട സമൂഹം രക്ഷപ്പെടുന്ന ഒരു പ്രശ്നവുമില്ല.